ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്ന് നമ്മുടെ ചെറുക്കനെ കുളിപ്പിക്കേണ്ട ദിവസമായിരുന്നു. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി ആയിരുന്നു. ചപ്പാത്തിയും കറിയൊക്കെ വെച്ച് കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഇവനും ഭക്ഷണം കൊടുത്ത് എല്ലാവരും ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ട് ഇവനെ കുളിപ്പിക്കാൻ കയറ്റി. പണ്ട് ചെറുപ്പത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വാശിയായിരുന്നു. കുളിപ്പിക്കാന്ന് പറഞ്ഞാൽ അവന് ഇഷ്ടമല്ല. അവൻ ഓടും. നമ്മൾ അവനെ വലിച്ചുകൊണ്ട് ബാത്റൂമിൽ കയറ്റുക, അവൻ സൈഡിൽ കൂടെ ഒരു ഒറ്റ ഓട്ടമാണ്. പിന്നാലെ നടന്നിട്ടാണ് ഇവനെ ചെറുപ്പത്തിൽ കുളിപ്പിച്ചിരുന്നത്. പക്ഷേ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മൂപ്പര് ഭയങ്കര ഡിസ്റ്റൻ്റാണ്. വെള്ളത്തിൽ കളിക്കുക, ചെളിയിൽ ഉരുളുക, ഇതൊക്കെയാണ് മൂപ്പരുടെ ഹോബി. അത് കാരണം ഇപ്പം കുളിക്കാൻ വിളിച്ച് കഴിഞ്ഞാൽ അവനാണ് ആദ്യം പോയി ബാത്റൂമിൽ കയറുക. എന്നിട്ട് എന്നെ നോക്കും, എന്താ വരുന്നില്ലേ കുളിപ്പിക്കാനുള്ള പോലെ. അങ്ങനെ മുഴുവൻ ചളി പുളിയൊക്കെ അങ്ങനെ അരച്ചങ്ങോട്ട് കുളിപ്പിക്കണം. അഴുക്ക് ഇങ്ങനെ പോണത് എനിക്ക് ശരിക്കും കാണാം. പിന്നെ നമ്മുടെ ചെക്കൻ പണ്ടേ മടിയനായ കാരണം 2 സെക്കൻഡ് നിൽക്കും, അത് കഴിഞ്ഞ് അവൻ ഇരിക്കും. അങ്ങനെ കുളി കഴിഞ്ഞിട്ട് അവൻ്റെ ഒരു കുടയിലുണ്ട്, പട്ടേന്നൊരു കുടയിൽ. ആ കുടയിൽ ഞാനും നനയും. അങ്ങനെ എല്ലാ കുളിയൊക്കെ കഴിഞ്ഞ് നല്ലോണം തോർത്തി മൂപ്പരെ ഞാൻ തോർത്തിങ്ങനെ ഒരു കെട്ടി കൊടുക്കലുണ്ട്. അതാണ് അവൻ്റെ സൈൻ. ഇങ്ങനെ കെട്ടി ഞാൻ വിടും, റെഡി പൊക്കോന്ന് പറയും. പിന്നെ ഒരു ഒറ്റ ഓട്ടാണ് അവൻ. നേരെ ഹോളിൽ പോയിട്ടൊരു കുത്തി മറയലുണ്ട്. അത് കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കും വിശന്നു. അപ്പോൾ എനിക്ക് കമ്പനി നേരെ വിളി ചച്ചു വന്നാൽ ഞാനൊരു ചപ്പാത്തി കഴിക്കാമെന്ന് വെച്ചിട്ടിരുന്നു. ഞങ്ങൾ ഇരുന്നത് കണ്ടതും വീണ്ടും വന്നു അവൻ. അന്ന് എൻ്റെ പങ്ക് പോരട്ടെ. അവൻ എത്ര എന്ത് കഴിച്ചിരുന്നാലും നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ അവൻ ഓടി വരും. ഒരു കഷ്ണമെങ്കിലും അവന് കൊടുക്കണം. അങ്ങനെ എല്ലാവരും ഇന്ന് ഓരോ കഷ്ണം. അതാണ് അവൻ്റെ എന്താ പറയുക കോട്ട. അത് കിട്ടിക്കഴിഞ്ഞാൽ അവൻ സമാധാനമായിട്ട് അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കും. പിന്നെ ഇപ്പോൾ ചൂടാണല്ലോ ഭയങ്കരമായിട്ട്. അപ്പോൾ ഒരു 4 മണി 5 മണിയൊക്കെ ആവാറായപ്പോൾ സച്ചു ഇൻസ്റ്റാമാർട്ടിൽ നിന്നൊരു കുഞ്ഞൊരു ഐസ്ക്രീം മേടിച്ചു കേട്ടോ. ദോശമാവ് മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ മേടിച്ചതാണ്. അപ്പോൾ എനിക്ക് തൊണ്ടവേദനയായ കാരണം എനിക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, സാരമില്ല, നീ വെറുതെ ഒരു സ്പൂൺ കഴിച്ചാൽ മതി, ബാക്കി ഫുള്ള് ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ ഇത്രയും ഒന്ന് കുഞ്ഞു ഡപ്പി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നതും കഴിക്കണതും. അപ്പോൾ ഇത് കോഫിയുടെ ടേസ്റ്റായിരുന്നു, ഫ്ലേവറായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇത്തിരി ഒന്ന് എടുത്ത് കഴിച്ച് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, പറയണ പോലെയല്ല. നല്ലൊരു കോഫിയുടെ ടേസ്റ്റും നല്ലൊരു ഐസ്ക്രീം ടേസ്റ്റായിരുന്നു. നിങ്ങളും വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയല്ലോ കേട്ടോ. അപ്പോൾ ബൈ.